ഓണർ വേണമെന്നില്ല, ഇത് നല്ല റീച്ച് ഉണ്ടാവും. ഞാൻ പറയും റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി മോശം എന്നല്ല പറയുന്നത്, പക്ഷേ അതിനെ നമ്മൾ കൊണ്ടു നടക്കണം. എനിക്ക് തോന്നുന്നു ഹോണ്ട അതിനുള്ള പൈസ ആണ് ആദ്യം വാങ്ങുന്നത്. ആ ഹയർ പ്രൈസിൽ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അതെ അതെ അതെ. Welcome to Auto Drift 360. ഹേ ഗൈസ്, നമ്മൾ ഹോണ്ടയുടെ ബ്രേക്ക്ഫാസ്റ്റ് റൈഡിൻ്റെ കൂടെ വന്നതാണ്. ചെറിയ റൈഡായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതിൽ കാണാൻ പോകുന്നത്. ഓൾമോസ്റ്റ് റൈഡും കാര്യങ്ങളും കഴിഞ്ഞു. നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരും കേട്ടോ. കുറച്ച് ഞാൻ അതിൽ യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി നമ്മുടെ കുറേ വണ്ടികൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റൈഡിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റൈഡും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് എന്ന് ചോദിച്ചാൽ ഹോണ്ട ഇടയ്ക്ക് നടത്തുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മളൊരു ഗെറ്റ് ടുഗദർ എന്ന് കൂട്ടിയാൽ മതി. നമ്മൾ കോളേജിലൊക്കെ ഗെറ്റ് ടുഗദർ ഉണ്ടാവും. അതേപോലെ വണ്ടി വിറ്റ് കഴിഞ്ഞിട്ട് അവർ നമ്മളെ വെറുതെ വിടുന്നില്ല കേട്ടോ. നമുക്ക് എന്റർടൈൻമെന്റും കാര്യങ്ങളും അതേപോലെ ഒരുപാട് പരിപാടികൾ തന്നെ. ഈ റൈഡും കാര്യങ്ങളൊക്കെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവർ പ്രോപ്പർ പ്രൊസീജിയർ ത്രൂ ആണ് ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അതാണ് എനിക്ക് ഹോണ്ടയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അത് മാത്രമല്ല അവരെല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കോഴിക്കോട് വെസ്റ്റിലുള്ള ബിഗ് വിങ് ഷോറൂമിൽ നിന്നാണ് വണ്ടി റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കോഴിക്കോടേക്ക് തിരിച്ചെത്തുന്ന പോലെ തന്നെ ബീച്ചിലൂടെ ചെറിയൊരു റൈഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളൊരു വലിയ റൈഡും വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇവിടുത്തെ സർവീസ് സെന്ററിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടൊക്കെ ചെറിയതായിട്ട് ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ഹോണ്ട ബൈക്ക് വാങ്ങിയിട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ 2022 നവംബറിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് 3.5 കൊല്ലം കഴിയാനായിട്ടുണ്ട്. റൈഡും കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്നത് വളരെ കുറവാണ്. ആ സമയത്ത് എടുത്ത സമയത്ത് കംപ്ലീറ്റ്ലി ബൈക്കിലായിരുന്നു. പിന്നെ മോനൊക്കെ ജനിച്ച സമയത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ഫാമിലി ആട്ടോ. നമ്മൾ അന്ന് പോയപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒരുപാട് രസമാണ് ഇവരെ കൂടെ പോകാൻ കേട്ടോ. അതുമാത്രമല്ല ഈ ബൈക്ക് ഓടിച്ചു പോകാനും വളരെ രസമാണ്. ഈസി ആയിട്ട് നമുക്ക് എടുത്ത് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ബൈക്കാട്ടോ ഹോണ്ട CB350 RS ലുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇനി അത് വേണ്ടെങ്കിൽ ഈ ലൈനപ്പിൽ തന്നെ 3 വണ്ടികളുണ്ട് കേട്ടോ. വേറെ CB350 ഉണ്ട്, CB350 ഹൈനസ് ഉണ്ട്. അപ്പം ഇങ്ങനെ 3 വണ്ടികളുണ്ട്. അതല്ലാതെ തന്നെ ഹോട്ടലിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ച് അറിയാനുണ്ട്. അപ്പൊ ഇതാണ് ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു മാസീവ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു കേട്ടോ. വിശന്ന് പോയിട്ടാണോ എന്നറിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രീഫിങ്ങിലേക്ക് ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ തന്നെ ഏകദേശം കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഓൾമോസ്റ്റ് 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പുതിയ ബിഗ് വിങ്ങിന്റെ കൂടെ അപ്ഡേറ്റും കാര്യങ്ങളും പരിചയപ്പെടുത്താൻ കുറേ ആൾക്കാർക്ക് അറിയാം, അതുകൊണ്ടാണ് നേരെ അതിലേക്ക് പോയത്. എൻ്റെ പേര് ദിൽജിത്ത്, സെയിൽസ് ഹെഡാണ് ഇവിടെ കാലിക്കറ്റ്. മൊത്തം ഓപ്പറേഷൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ കാര്യം എന്താ വെച്ചാൽ 9 വണ്ടികളായിട്ടും ഹോണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതുതായിട്ട്. അത് ബിഗ് വിങ്ങിലേക്ക് നേരിട്ട് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ്. അതിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള 2 മോഡൽസ്, യൂത്തിന് പറ്റിയ 2 അടിപൊളി മോഡൽസും ഉണ്ട് കേട്ടോ. 300cc വരുന്ന ഇതാണ് അതിന്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റ്. നമ്മുടെ ഫോട്ടോ പറ്റിയാണ് കൊടുക്കുക കേട്ടോ. അതേപോലെ 500 സീരീസിലുള്ള CB ഹൈനസും വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ബ്രോന്റെ പേരെന്താണ്? അരുൺ സോറി ബ്രോ. അപ്പൊ എത്ര കാലമായി ബ്രോ യൂസ് ചെയ്യുന്ന വണ്ടി? ഞാൻ 2.5 വർഷമായി അല്ലേ? ഹോണ്ട സാറ്റിസ്ഫൈഡ് ആണോ? എങ്ങനെയാണ് വണ്ടി? ഹോണ്ട സാറ്റിസ്ഫൈഡ് ആണ്. ഹോണ്ട എല്ലാ ആൾക്കാരെ കുറിച്ച് സാറ്റിസ്ഫൈഡ് അല്ലേ, വണ്ടിയെ കുറിച്ച് നല്ല സാറ്റിസ്ഫൈഡ്. വണ്ടി സാറ്റിസ്ഫൈഡ്. ഓക്കെ സാർ. ഇതിപ്പോ ഏതായിരുന്നു മോഡൽ? ഏതായിരുന്നു? 300R. ഇപ്പൊ എത്ര കൊല്ലം യൂസ് ചെയ്യുന്നു? 2.5 വർഷമായി അല്ലേ? ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഒരു 27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഇത് എടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സജസ്റ്റ് ചെയ്യും എന്തായാലും. അല്ല, ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഹോണ്ട വണ്ടി എപ്പോഴും സജസ്റ്റ് ആണ്. എന്റെ ഫസ്റ്റ് വണ്ടി പോലും ഹോണ്ട CBR ആയിരുന്നു. ഇത് സെക്കൻഡ് വണ്ടി. അപ്പൊ ഇനി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഹോണ്ടയിലേക്ക് തന്നെയാണ് ഇൻലൈൻ 4ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ സൂപ്പർ. എന്തായാലും ഹാപ്പി മോട്ടറിംഗ്. താങ്ക്സ് ബ്രോ. എന്താ പറയണ്ടേ? ഏതാണ് വണ്ടി യൂസ് ചെയ്യുന്നത്? ഹോണ്ട CB350. ബ്രോന്റെ പേരെന്തായിരുന്നു? എൻ്റെ ഒരു ഷിജിൻ. എത്ര ഓടിയ ബ്രോ? ഇപ്പോ ഞാൻ ഓടിയത് കുറവാ, ഓടിയത് മുഴുവൻ ലോങ് ആണ്. ഒരു 16,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. എത്ര കൊല്ലായി ബ്രോ യൂസ് ചെയ്യുന്നത്? 2 കൊല്ലായി. ഏതായിരുന്നു? CB350. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ? ആകപ്പാടെ എനിക്ക് ഇതിനൊരു പരിമിതി തോന്നിയത് ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം മാത്രമേ. ബാക്കിയെല്ലാം ഭയങ്കര റിഫൈൻഡ് എഞ്ചിനാണ്. നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഒരു വൈബ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. യെസ്, അത്രേ ഉള്ളൂ. ഒന്നാലും ഉഷാറാണ്. നമുക്ക് അടുത്ത മീറ്ററിൽ ഹോണ്ട യൂസർ എന്തായാലും കാണാം. ഉഷാറാവട്ടെ. ബൈ. നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് പ്രേം നൗഷാദ്. എന്തൊക്കെയാണ് പരിപാടി? ഈ വണ്ടി ഇതേതാണ്? ഞാൻ വർഷങ്ങളായിട്ട് ബുള്ളറ്റ് യൂസ് ചെയ്ത ഒരാളാണ്. ഇതിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഹൈനസിലോട്ട് വന്നിട്ട് 9 മാസമായി.
9 മാസം ആ. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ? എന്താണ് 100%. 100%? എന്തൊക്കെയാണ് ചേഞ്ചസ് തോന്നിയത്? ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് ഞാൻ പറയും റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി മോശം എന്നല്ല പറയുന്നത്, പക്ഷേ അതിനെ നമ്മൾ കൊണ്ടു നടക്കണം. ഓക്കെ, ഇത് നമ്മളെ കൊണ്ടു നടക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ ഓക്കെ അതൊരു വലിയ കാര്യമാണ്. എനിക്കാണെങ്കിൽ ചെറിയൊരു അസുഖമുണ്ട്, സ്പോണ്ടിലൈറ്റിസ് ആയതാണ്. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ശരിക്കും മോചനം നേടി ഇത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഇപ്പം ഞാൻ ആ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. ഞാൻ ഹാപ്പിയാണ്. വൈബ്രേഷൻ ഇല്ല, അങ്ങനെ ഒന്നുമില്ല, ഒരു എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ പേഴ്സണലി ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ആവശ്യം തോന്നുന്നില്ല. പിന്നെ നല്ല സർവീസ് കിട്ടുന്നുണ്ട്. ഓക്കെ. എല്ലാവരും ചടപ്പിച്ചിരുന്നു, ബുള്ളറ്റ് ഒഴിവാക്കിയാൽ നിങ്ങൾ കുടുങ്ങും, ഹൈനസിന് സർവീസ് കിട്ടുമല്ലോ എന്ന്. ഹൈനസിന് സർവീസിന് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പറയുന്നത് സർവീസ് സ്റ്റേഷനിലേക്ക് കയറേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയാണല്ലോ. മറ്റേത് മാസിൽ എന്തായാലും സർവീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു പ്രശ്നമുണ്ട്. ഇത് അതൊന്നുമില്ല. വണ്ടി ഹാപ്പിയാണ്, ഹാപ്പിയാണ്, ഹാപ്പിയാണ് 100%. ഓക്കെ. അപ്പോൾ ഹാപ്പി മോട്ടറിങ്. ഓക്കെ. ഓണർ വേണമെന്നില്ല, ഇതൊന്നും നല്ല റീച്ച് ഉണ്ടാവും. എന്തൊക്കെയാണ് ബ്രോ പറയാനുള്ളത്? നല്ലൊരു ഗാദറിംഗ് ആയിരുന്നു. ഉള്ളിൽ വയ്ക്കോ, കേൾക്കണ്ടല്ലോ. നല്ലൊരു ഗാദറിംഗ് ആയിരുന്നു. റൈഡേഴ്സ് എല്ലാവരും ഒന്ന് മീറ്റപ്പ് ചെയ്യാൻ പറ്റിയതും സൺഡേ ഒരു ഫ്യൂ അവേഴ്സ് ആണെങ്കിലും എല്ലാവരും കാണാൻ പറ്റി. നല്ലൊരു ഏതാ വണ്ടി യൂസ് ചെയ്യണേ ബ്രോ? CB 350 RS ആണ്. RS ആണ്. അപ്പോൾ എത്ര കാലമായി യൂസ് ചെയ്യണേ? ഒരു 5 വർഷമായി. 5 വർഷമാണ്. ഓ, 2000. അപ്പോൾ ലോങ് ഓടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ഛത്തീസ്ഗഡ് റായ്പൂരിന്ന് എടുത്ത് അവിടെ ഇങ്ങോട്ട് ഓടിച്ചിട്ടൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പം എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? RSന്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. എഞ്ചിൻ സൈഡിൽ ഈ വോബിളിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിസോൾവ് ടയർ തീരാനായ സമയത്ത് ഉണ്ടായി. പിന്നെ ടയർ മാറ്റിയിട്ട് പിന്നെ കുഴപ്പമൊന്നുണ്ട്. മാറ്റിയിട്ട സമയത്ത് പിന്നെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓക്കെയാണ്. പേരെന്താ ബ്രോ? എന്റെ പേര് അശ്വിൻ. അശ്വിൻ. എത്ര കാലമായി ബ്രോ ഇപ്പോൾ വണ്ടി? പുതിയ വണ്ടിയാണ്. 8 മാസമായി. 8 മാസമായി അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ബ്രോക്ക് ഇഷ്ടപ്പെട്ടോ വണ്ടി? എന്താണ് ഫീൽ? എന്താണ്? ഇത് ഏറ്റവും സ്റ്റോക്ക് കണ്ടീഷനിൽ ഓടിക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ ഒരു വയനാട്ടിലെ ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു ഷോൾഡർ ഹാൻഡ് റൈസർ വെച്ചതിന് ശേഷം കുറച്ച് ബെറ്റർ ആയി തോന്നി. കാരണം നല്ലൊരു വെച്ചതിന് ശേഷം ഞാൻ ഒരു ലോങ് റൈഡ് അടിച്ചത് 2 ദിവസം കൊണ്ട് 1400 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടെനി. മൂന്നാർ, വേഗമണ്, വട്ടവടയൊക്കെ പോയിരുന്നുണ്ട്. അപ്പോഴൊന്നും എനിക്ക് വലിയ പെയിൻ ഇല്ല. ഞാൻ വൺ സ്ട്രെച്ചിനകത്ത് ഏകദേശം ഒരു 500 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെനി. അപ്പോൾ വലിയ പെയിൻ തോന്നിയില്ല. പിന്നെ ഒരു LCD കൂടെ മേടിച്ചേക്കാണെങ്കിൽ ഒന്നും പറയാനില്ല. റിഫൈൻഡ് ആണ് എല്ലാം. ഒക്കെ സെറ്റ്, ഒക്കെ സെറ്റ് വണ്ടി, ഒന്നും പറയാനില്ല. താങ്ക്സ് ബ്രോ. കാണാം. ഓക്കെ. നമുക്ക് ചാടി കയറി പിടിക്കട്ടോ, ഇത് വേറെ കിട്ടൂല, അതുകൊണ്ടാ. ബ്രോ, ബ്രോന്റെ പേരെന്താണ് ബ്രോ? എൻ്റെ പേര് സുജിൽ എന്നാണ്. സ്ഥലം നടുവണ്ണൂർ, കോഴിക്കോട് നടുവണ്ണൂരാണ് സ്ഥലം. അതെ. അപ്പോൾ ബ്രോ എത്ര കാലം ഇപ്പോൾ വണ്ടി എടുത്തിട്ട്? ഞാനിപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞു. ഈ ഒക്ടോബറിൽ വണ്ടി 2 വർഷമാവും. എന്തുകൊണ്ടാണ് ഈ 500? ഇത് ഹോണ്ടേൻ്റെ NX 500. അതെ. എന്തായിരുന്നു NX 500ലേക്ക് വരാൻ കാരണം? ഞാൻ കുറേ വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ മുന്നത്തെ വണ്ടി ഒരു സിംഗിൾ സിലിണ്ടർ വണ്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു അപ്ഗ്രേഡ് നോക്കിയിട്ട് പല പല വണ്ടികൾ ഇങ്ങനെ അന്വേഷിച്ച് ഇതല്ല ആക്ച്വലി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത വണ്ടി. CB 500X എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നൊരു മോഡലായിരുന്നു. അപ്പോൾ അത് ഓടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ വണ്ടി കിട്ടാനുണ്ടായിരുന്നില്ല. അതപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത ടൈമായിരുന്നു. അപ്പോൾ അവിടുന്ന് അറിയാൻ കഴിഞ്ഞ് ഇതിൻ്റെ പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് വിത്തിൻ 1 ഇയർ. അപ്പോൾ ആക്ച്വലി 1 ഇയർ വെയിറ്റ് ചെയ്ത് എടുത്തൊരു വണ്ടിയാണ്. ഓടിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതിൻ്റെ ഒരു ഭയങ്കര ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുത്തൊരു വണ്ടിയാണ്. അതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസും ആ ഒരു. ഇനി ഈ ഒരു സെഗ്മെന്റിൽ വണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? ഇത് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണോ അല്ലെങ്കിൽ? ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളൊരു ട്വിൻ സിലിണ്ടർ വണ്ടി ഹോണ്ടേൻ്റെ റിഫൈൻമെൻറ്റും റിലയബിലിറ്റി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കേണ്ട ഒരു വണ്ടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ മോഡലിന് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത മോഡലിന് ഇച്ചിരി പ്രൈസ് കുറച്ച് ഓവറാണ്. ഇപ്പോൾ 9.5, അതായത് ഈ ക്ലച്ചും കൂടെ വരുന്ന മോഡലായതുകൊണ്ട് പ്രൈസ് ഒരു ഹയർ സൈഡിലാണ്. അപ്പോൾ അത് അത്രയും പ്രൈസിനുണ്ടോ എന്ന് ചോദിച്ചാൽ നോ എന്നായിരിക്കും ഞാൻ പറയുക. പക്ഷേ ഒരു 7ന്റെ റേഞ്ചിൽ ഒക്കെ ആണെങ്കിൽ ദിസ് ഇസ് എ റിയലി ഗുഡ്, നല്ല ഓപ്ഷനാണ്. റൈഡും കാര്യങ്ങളൊക്കെ ഒരുപാട് പോകുന്നുണ്ടോ? എങ്ങനെയാണ് റൈഡ്? ഞാൻ യൂഷ്വലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൺസിൻ്റെ വയൽ പോകാറുണ്ട്, ലോങ്ങും പോകാറുണ്ട്, ഷോർട്ടും പോകാറുണ്ട്. ഓക്കെ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പോൾ ആ എക്സ്പീരിയൻസ്. എത്ര സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എത്ര വരും? സർവീസ് കോസ്റ്റ് ഇത് ആക്ച്വലി 12,000 കിലോമീറ്റർ അല്ലെങ്കിൽ വൺസ് ഇൻ എ ഇയർ മാത്രമേ സർവീസ് ഉള്ളൂ. വൺസ് ഇൻ എ ഇയർ ഉള്ളൂ, അല്ലെങ്കിൽ 12,000 ആ ഇൻ്റർവെല്ലാണ്. അപ്പോൾ അത് നോർമലി എനിക്ക് തോന്നുന്നു 4,500. 5,000 ഒരു എസ്റ്റിമേറ്റ്, ഒരു 5,000 അണ്ടറിൽ വരുള്ളൂ. ഇല്ല, കുഴപ്പമില്ല. കാരണം നിങ്ങൾ കാര്യമായിട്ടുള്ള പാർട്സ് ചേഞ്ച് ഇല്ലെങ്കിൽ ഒരു നോർമൽ യൂഷ്വൽ സർവീസ് ആണെങ്കിൽ ഇതിന് ബൈ ദ ബൈ ഫ്രീ സർവീസ് ഇല്ല. ഫ്രം ദ ഫസ്റ്റ് സർവീസ് ഇറ്റ്സ് പെയ്ഡ് ആണ്. അപ്പോൾ പെയ്ഡ് സർവീസിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5,000 റുപ്പീസാണ് പെർ ഇയർ. 10,000. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ചീപ്പാണ് ആക്ച്വലി. ഇല്ല 1,500, 1,250 ആ റേഞ്ച് ഒക്കെയാണ്. അതെ.
ആ ഏകദേശം ഒരു നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഹോണ്ട അതിനുള്ള പൈസയാണ് ആദ്യം വാങ്ങുന്നത്. ആ ഹയർ പ്രൈസിൽ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അതെ അതെ അതെ. പക്ഷെ ആ പൈസക്കുള്ള പറഞ്ഞ പോലെ സർവീസും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് നോക്കുമ്പോൾ നല്ല വേർത്ത് വണ്ടിയാണ് എനിക്ക്. ആ പൈസക്ക് ഞാനെടുത്ത പൈസക്ക് ഇനിയിപ്പം ഉള്ള മോഡലിന് ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. അതെ. അപ്പം ബ്രോ താങ്ക്സ്. ഓക്കെ ശരി, താങ്ക് യു. താങ്ക്സ് ബ്രോ. ഹായ്. പേരെന്തായിരുന്നു ബ്രോ? പേര് അർജുൻ. അർജുൻ. Yeah. അപ്പോൾ ബ്രോ നമ്മുടെ CB 350 ആണല്ലേ? അതെ അതെ. എത്ര കാലമായിപ്പോൾ യൂസ് ചെയ്യണേ? ഞാൻ ഇപ്പോൾ ഒരു 1.5 കൊല്ലം കഴിഞ്ഞു. 1.5 കൊല്ലം. അതെ അതെ. എന്തായിരുന്നു CB 350ലേക്ക് വരാനുള്ള കാരണം ബ്രോ? എൻജിൻ റീഫ്രഷ്മെൻറ്റ്, പിന്നെ എൻജിൻ സ്മൂത്ത് കാര്യങ്ങൾ, പിന്നെ റൈഡ് കംഫർട്ട് കാര്യങ്ങൾ. ഞാൻ ഇത് എടുക്കുന്നതിന് മുന്നേ തന്നെ ഹോണ്ട അതിൻ്റെ ഇത് പോലെ തന്നെ ബുള്ളറ്റ്, പിന്നെ ജാവ പല വണ്ടികൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ എല്ലാ വണ്ടി കാരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടി കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയി തോന്നിയിട്ടുള്ളത് ഹോണ്ടൻ്റെ ഈ ഒരു വണ്ടി തന്നെയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഇപ്പോൾ 25 കിലോമീറ്റർ അധികം. അതെ അതെ, നല്ല അതെ അതെ നല്ല ഓട്ടമുണ്ട്. അതെ അതെ. പിന്നെ ലോങ് ആണെങ്കിൽ വണ്ടി നല്ലതാണ്. കുറച്ചൊരു കംഫർട്ട് ഇതാണ് തോന്നുന്നു. അതെ 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 അതെ. കുറച്ചും ഇതായിട്ട് എനിക്ക് ഇതാന്ന് പറയുക, ഒരു ക്ലാസ് ലുക്കുമാണ്. പിന്നെ റൈഡിങ് ഇതാണ് കുറച്ചും കംഫർട്ടാണ്. അതെ അതെ ഫുള്ളി. ഇല്ല, കംപ്ലൈൻറ്റ് എനിക്ക് അതിനകത്ത് പ്രശ്നം വന്നിട്ടില്ല. പിന്നെ സർവീസ് ആണെങ്കിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന 6000 കിലോമീറ്റർ അല്ലാണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറെ സർവീസോ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഇതുവരെ ആവശ്യമായിട്ട് വന്നിട്ടില്ല. പിന്നെ സർവീസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വണ്ടിയാണെങ്കിലും ഇതുവരെ ഓക്കെയാണ്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. യാ ഫുള്ളി. ഓക്കെ. ഓക്കെ, ഇതൊക്കെയാണ് പറയാനുള്ളത്. ഏകദേശം ചെറിയൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. അധികം ആൾക്കാർ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്, റിഫൈൻഡ് ആണ്. വണ്ടി ഫസ്റ്റ് ഇറങ്ങിയ ബാച്ചിൽ കിട്ടിയതാണ് എനിക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പെയ്ഡ് കൊളാബറേഷൻ അല്ല കേട്ടോ. അപ്പം കുറേ കാലമായി ചെയ്തിട്ട് അതുകൊണ്ട് എടുത്ത് ചെയ്തതാണ്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ, സീ യു. Experience the thrill of the ride. Subscribe and follow us now.